പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടുകൂടി ഇയാൾ താറെ ഞങ്ങൾ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ലോകം മുഴുവനും വേണ്ടി രക്തം ചിന്തി ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയും അതിൻ്റെ സ്വന്തമാക്കുകയും ചെയ്ത തിരുമണിക്കൂർ, കാൽവരിയുടെ വിരിമാറിൽ ഇത്രമാത്രം വേദനകളും നൊമ്പരങ്ങളും ശാരീരികവും മാനസികവുമായ വേദനകൾ അനുഭവിച്ച് നേടിത്തുന്ന വലിയ രക്ഷയാണ് ഈ നിമിഷം ഞങ്ങൾ ഓർക്കുക. കർത്താവേ, ഇത്രമാത്രം വേദനകൾ അനുഭവിക്കുവാൻ, ഇത്രമാത്രം നൊമ്പരങ്ങൾ ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ കർത്താവിന് തിരുമുള്ളമായതിൻ്റെ പ്രധാന കാരണം കർത്താവ് നീ ഞങ്ങളെ ഓരോരുത്തരെയും ഇത്ര അധികമായി സ്നേഹിക്കുന്നു എന്നതാണ്. ദൈവമേ, മനസ്സ് തുറന്നു തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും ഒന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ അനന്തമായ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിൻ്റെ കരുണയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നു. വചനത്തിൽ കൃത്യമായും പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ വലിയ ദയയാലാണ്. കർത്താവിൻ്റെ വലിയ ദയയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടേതാണെന്ന് അവകാശപ്പെടുവാനായിട്ട് നമുക്കൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനം. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കരുതലിനും കരുണയ്ക്കും കീഴിൽ നമ്മളെത്ര സ്വയം സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കാം. തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവ് കരുണാമയനും ആർദ്രഹൃദയനുമാണ്. കർത്താവ് കരുണാമയനും ആർദ്രഹൃദയനുമാണ്. ദൈവം അത് വളരെ കൃത്യമായിട്ടും അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, നശിപ്പിക്കുവാനാണെങ്കിൽ നിരവധിയായിട്ടുള്ള അവസരങ്ങളുണ്ടെങ്കിലും വീണ്ടും കർത്താവ് തൻ്റെ ജനത്തോട് കരുണ കാണിക്കുകയാണ്. കാരണം ദൈവം മനുഷ്യനുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച സമയം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ആർക്കുമില്ല. ദൈവത്തിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ ചിന്ത വന്നപ്പോൾ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുക. ബാക്കിയുള്ള സൃഷ്ടികളെക്കാളും ഉന്നതമായ ഒരു പദവി നൽകി ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവികമായ സ്വഭാവമാണ്, സ്നേഹമാണ്, കരുണയാണ്. അല്ല, രൂപത്തെക്കുറിച്ചല്ല. ദൈവിക സ്വഭാവത്തിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ചിട്ടപ്പെടുത്തി. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, പറുദീസായില ആദത്തെയും ഹവ്വായെയും പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദൈവം അവരോട് കൂടെ നടന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കൂടെ സായാഹ്നത്തിൽ ഉലാത്തുവാനായിട്ട് അവരുടെ കൂടെ നടക്കുന്ന ദൈവം. ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിലാളനത്തിൽ നിന്നൊക്കെ മാറിപ്പോയ നിമിഷങ്ങളാണ്. ഒരു ചെറിയ അശ്രദ്ധ മൂലം പാപത്തിൻ്റെ ആ ഒരു വലിയ പ്രലോഭനത്തിലേക്ക് വീണുപോയപ്പോൾ ദൈവം ആഗ്രഹിച്ച, ദൈവം ദാനമായിട്ട് നൽകിയ വലിയ പറുദീസ ആണ് അവർക്ക് നഷ്ടമായത്. പക്ഷേ പറുദീസ നഷ്ടമായെങ്കിലും ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം കരുണ കാണിക്കുക, സ്നേഹിക്കുക എന്നാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ആദത്തിനും ഹവ്വായ്ക്കും
തുണി നെയ്ത് കൊടുക്കുന്നത് ദൈവമാണ്. അവരെ വസ്ത്രമുടിപ്പിക്കുന്നു. തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി ദൈവമായ കർത്താവ് അവരെ ധരിപ്പിച്ചു. ഒരിക്കലും അവരെ കൈവിടാനോ ഉപേക്ഷിക്കാനോ തയ്യാറാകാത്ത ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെയും നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനതയെ അത്രയധികമായി സ്നേഹിച്ച ഒരു ദൈവം, അത്രയധികമായി കരുതലോടെ പരിപാലിച്ച ദൈവം. തൻ്റെ പ്രിയപ്പെട്ട ജനം അടിമത്തത്തിൽ ഉഴലുന്ന സമയത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സഹായിക്കാനായി ഓടിയെത്തിയ ദൈവം. ദൈവം കൂടെയായിരുന്നപ്പോൾ അവർ വലിയ ശക്തിയായിരുന്നു. അവിടെ അവരുടെ തലമുറകളോളം അവർ പഠിപ്പിച്ചൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ കരുണ ഓരോ നിമിഷവും ഓർക്കണം. ദൈവം ചെയ്ത ഓരോ പ്രവർത്തികളും അത് ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടണം. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുന്ന കാര്യം ഇതാണ്, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. എന്ത് നല്ല കാഴ്ചപ്പാടാണ്, എന്ത് നല്ല ഒരു ദൈവത്തെക്കുറിച്ചുള്ള പ്രതിച്ഛായയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. വീണ്ടും പ്രവാചകനിലൂടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു പരിപാലിക്കുന്നു. പെറ്റമ്മ മറന്നാൽ പോലും നിന്നെ ഉപേക്ഷിക്കാതെ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കും. അത്രമാത്രം സ്നേഹത്തോടെ മനുഷ്യവംശത്തെ കരുതുന്ന ഒരു ദൈവമാണ്. ആ ഒരു ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പൂർത്തീകരണമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ കാണുക. ഈശോ മിശിഹായിൽ കരുണയുടെ ഒരു പൂർത്തീകരണം സംഭവിക്കുകയാണ്. ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് മനുഷ്യവംശത്തോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് കാണിക്കുക. ദൈവമായിരുന്നിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായി, എളിയവനിൽ എളിയവനായി പിള്ളത്തൊട്ടിയിൽ പിറന്ന് കുരിശിൽ മരിച്ച് കർത്താവ് വലിയ രക്ഷ നേടിത്തന്നു. അവസാന നിമിഷം, ജീവിതത്തിൻ്റെ അവസാന നിമിഷം, അവസാനത്തുള്ളി രക്തം പോലും കർത്താവ് ചിന്താൻ പ്രധാന കാരണം നമ്മളിൽ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത്രമാത്രം സ്നേഹവും കരുതലും കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുക. ആ ഒരു ദൈവമാണ് ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് മറന്നു പോകാൻ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയേണ്ട കാര്യം, നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ബോധമനസ്സിനോടും ഒക്കെ ഒരുപോലെ പറയേണ്ട കാര്യം, ഞാനായിരിക്കുന്നത് എൻ്റെ നല്ല തമ്പുരാൻ്റെ മുമ്പിലാണ്. ഒരിക്കലും എന്നെ കൈവിടാത്ത ദൈവം, ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാത്ത ദൈവം എന്നോട് ഓരോ നിമിഷവും കരുണ കാണിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്താലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കരുണ ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. 3 മണി സമയത്ത് കൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി, അവസാനത്തുള്ള രക്തം പോലും ചിന്തി നമുക്ക് വേണ്ടി മരിച്ച ദൈവം. എന്തിനു വേണ്ടിയാണ്? നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും കർത്താവിത വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാം, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം നല്ല തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം
തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഈ ഒരു സ്നേഹം മനസ്സിലാക്കാതെ കർത്താവിന് ഇത്രമാത്രം കരുണയുണ്ടെന്ന് തിരിച്ചറിയാതെ പോകുന്നവർക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് ചങ്കുപൊട്ടി ഈ അൾത്താരയിൽ നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന കാര്യം, നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നു, വിശുദ്ധ കുർബാനയോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം ചെറുതാകാൻ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഇതിൽ പരം ചെറുതാകാൻ പറ്റത്തില്ല. അത്രമാത്രം ഒരു വലിയ അവബോധത്തോടെ കർത്താവ് നമ്മോട് പറയുകയാണ്. ആ ഒരു വലിയ സ്നേഹവും കരുണയും തിരിച്ചറിയുവാൻ കർത്താവെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തത്താലും തിരുജലത്തിലും കർത്താവെ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് നിൻ്റെ കരുണയിൽ പൂർണ്ണമായ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളിത് അതിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോടും ഞങ്ങളുടെ മാതാപിതാക്കൾ വഴിയും പൂർവികരും വഴി വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും കർത്താവ് ക്ഷമിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. 33 സങ്കീർത്തനം അവസാനിക്കുന്നത്, കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ, പക്ഷേ ആ ജീവിതങ്ങളെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമുള്ള മേഖലകളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഇടപെടും. ദൈവത്തിന് ഇടപെടുവാനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനും ആ ഒരു വലിയ കൃപ സ്വീകരിച്ച് വിശുദ്ധിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമായിട്ടുള്ള വലിയ കൃപാവരത്തിന് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും സഹോദരങ്ങളെയും നമ്മുടെ ഓരോ കാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ കൂട്ടുകാരെയും എല്ലാം ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് നിമിഷം പ്രാർത്ഥിക്കണം. കർത്താവെ, നിന്നെ അറിയുവാനും നിന്നെ അനുഭവിക്കുവാനും ആ അനുഭവത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുവാനുമായിട്ടുള്ള കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവെ, നിൻ്റെ വലിയ കരുണയിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ തലകുമ്പിട്ട് താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.